ഹായ് ഫ്രണ്ട്സ്, ഹൈടെക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് ഒരു പുതിയ മോഡൽ അലക്കുകല്ല് എങ്ങനെ സെറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ അലക്കുകല്ല് കെട്ടേണ്ട ഭാഗം ഒരു 4 ഇഞ്ച് കനത്തിന് കോൺക്രീറ്റ് ചെയ്തതിനു ശേഷം അതിൽ 5 അടി നീളവും 3 അടി വീതിയുമായിട്ടാണ് നമ്മൾ അലക്കുകല്ല് നിർമ്മിക്കുന്നത്. ഇത് നിങ്ങളുടെ സ്ഥലത്തിനനുസരിച്ചും അതുപോലെ തന്നെ മോഡലിനനുസരിച്ചും നിങ്ങൾക്ക് മാറ്റം വരുത്താവുന്നതാണ്. ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ള ബ്രിക്ക് 6-ന്റെ കല്ലാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ഒന്നിൽ നമ്മൾ വെള്ളം സ്റ്റോറേജ് ചെയ്ത് വാഷ് ചെയ്യാനും അതുപോലെ തന്നെ ഒന്നിൽ അലക്കുകല്ലാണ് സെറ്റ് ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മുടെ അലക്കുകല്ലിൻ്റെ തേപ്പും അതുപോലെ തന്നെ ടൈൽസിൻ്റെ വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ വർക്ക് വരുന്നത്. പ്ലംബിംഗ് വർക്കാണ് നമുക്ക് ഇതിൽ ബാക്കിയുള്ളത്. ഈ അലക്കുകല്ലിൻ്റെ കല്ലിന് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഗ്രാനൈറ്റിൽ നമ്മൾ ഹാൻഡ് മോട്ടർ ഉപയോഗിച്ച് ഗ്രിപ്പ് വരുത്തിയിട്ടാണ് നമ്മളിവിടെ കല്ലായിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൽ വേസ്റ്റ് പൈപ്പ് സെറ്റ് ചെയ്തിട്ടുള്ള 1.5 ഇഞ്ച് PVC ആണ്. അത് നമുക്ക് 2ഓ അതിന് വലുതോ ഒക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് 1.5 ഇഞ്ച് PVC ആണ്. 1.5 ഇഞ്ച് PVCയിൽ പ്രൊജക്ഷൻ ക്ലാമ്പ് വെച്ചിട്ടാണ് നമ്മൾ പൈപ്പ് ഇറക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാൾവ് സെറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വാൾവിൻ്റെ ഭാഗം നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഡോർ എൽബോ ആണ് നമ്മൾ വെച്ചിട്ടുള്ളത്. എന്തെങ്കിലും കച്ചറ എന്തെങ്കിലും വരികയാണെങ്കിൽ നമുക്കത് ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്യാനും അതുപോലെ വെള്ളമടിച്ച് ചെക്ക് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഡോർ എൽബോ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വെള്ളം സ്റ്റോറേജ് ചെയ്യുന്നതിന് വേണ്ടി നമുക്കൊരു വാൾവ് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഒരു 1.5 ഇഞ്ചിൻ്റെ വാൾവ് സെറ്റ് ചെയ്ത് നമുക്ക് പൈപ്പിംഗ് ലൈന് കംപ്ലീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ അലക്കുകല്ലിൽ നിന്ന് വരുന്ന വെള്ളം നമ്മളിതിൽ വൈയിട്ട് ഇതുകൂടി കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ ബിറ്റിലേക്ക് വിടുന്നത്. ഇനി നമുക്ക് വാട്ടർ ലൈന് കണക്ട് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് 3/4 ഇഞ്ചിൻ്റെ ബെൻഡ് ബാറാണ്. അത് SS ക്ലാമ്പ് ഉപയോഗിച്ച് നമ്മുടെ ടൈലിലേക്ക് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെള്ളത്തിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഏകദേശം ഇതിന് ചിലവ് വരുന്നത് 10,000 രൂപ ആണ് ചിലവ് വരുന്നത്. കാരണം നമ്മുടെ ഈ വീട്ടിൽ ഉപയോഗിച്ച ബാക്കി ടൈൽസ് കൊണ്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കോസ്റ്റ് കണക്കാക്കിയിട്ടാണ് നമ്മൾ ഈ എമൗണ്ട് വരുന്നത്. ടൈൽസൊക്കെ എടുത്ത് ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു മാറ്റം വരുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് ഈ വാൾവ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം നമ്മുടെ വീട്ടിലേക്ക് പോകുന്നതാണ്. ടോട്ടൽ ഇതിൻ്റെ ഇപ്പോൾ നീളം വരുന്നത് ഏകദേശം ഒരു 6 അടിയുടെ അടുത്തും അതുപോലെ തന്നെ വീതി വരുന്നത് 3 അടിയുടെ അടുത്താണ് വരുന്നത്. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ള ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക.